നമുക്കൊന്ന് കാസർഗോഡേക്ക് പോയി വരാം. കാസർഗോഡ് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ ഇന്നും പ്രതിഷേധത്തിന് സാധ്യത. വിദ്യാർത്ഥി പ്രതിനിധികളും ആശുപത്രി മാനേജ്മെന്റും തമ്മിൽ രാവിലെ കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ വാർഡനെതിരെ നടപടി വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 3ാം വർഷ വിദ്യാർത്ഥി ചൈതന്യയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. വിവിധ യുവജന വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഈ വാർഡനെതിരെ ഇത്തരം പരാതികൾ നേരത്തെ കിട്ടിയിട്ടുണ്ടോ? എന്താണ് ഈ വാർഡനെതിരെയുള്ള പ്രധാന പരാതി? അർജുൻ കല്യാട്. അരുണെ, അതായത് മൻസൂർ ആശുപത്രിയിലെ ഈ നഴ്സിംഗ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളെല്ലാം തന്നെ വലിയ രീതിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള ഒരുപാട് പരാതികൾ ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ ഈ നഴ്സിംഗ് വിദ്യാർത്ഥിയെ പണത്തൂർ സ്വദേശിയായിട്ടുള്ള ചൈതന്യ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴാണ് ഇതിൽ ഒരു പരസ്യമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കും പരസ്യമായിട്ടുള്ള പ്രതികരണത്തിലേക്കുമൊക്കെ ഈ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ എത്തിയത്. ആ വിദ്യാർത്ഥികൾ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ വാർഡൻ അനാവശ്യമായി അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും ഇടപെടുകയാണ്. മൊബൈൽ ഫോണുകൾ പോലും അവർക്ക് നൽകാതെ വീടുകളിൽ അവരുടെ രക്ഷിതാക്കളെ പോലും ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. എല്ലാ കാര്യങ്ങളും, നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ അവരെ നിരന്തരമായി മാനസികമായിട്ടുള്ള ഒരു പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ വാർഡൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനു പുറമെ മാനേജ്മെൻറ്റിനോടും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനേജർക്ക് നേരിട്ടും പരാതി നൽകിയിട്ടും ഇതിനകത്ത് ഒരു നടപടിയും ഈ വാർഡിനെതിരെ ഇതുവരെയും സ്വീകരിക്കുന്ന ഒരു നടപടി അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടില്ല എന്ന ഒരു ആരോപണം കൂടി ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. നഴ്സിംഗ് വിദ്യാർത്ഥിയായിട്ടുള്ള ഈ ചൈതന്യ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമം നടന്നപ്പോഴാണ് ഈ കാര്യങ്ങളിൽ ഒരു പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ഇത്രയും കാലം അടക്കി വെച്ചിരുന്ന അവരുടെ മാനസിക പ്രയാസം ആ വിദ്യാർത്ഥികളെല്ലാം അത്രയും രോക്ഷാകുലമായി പ്രതികരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അത്തരത്തിൽ അവരെല്ലാം ഇന്നലെ ആ ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നുകൊണ്ട് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഈ പറയുന്ന വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. രോക്ഷാകുലരായി തന്നെയാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ എന്തായാലും യുവജന വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധവുമായി എത്തുകയാണ്. മൻസൂർ ഹോസ്പിറ്റലിൽ തുടരുന്ന ഇത്തരം പീഡനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധവുമായി ഇന്ന് SFI 10 മണിക്ക് ഹോസ്പിറ്റലിലേക്ക് മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. അതിനു പുറമെ മറ്റ് യുവജന സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ DYFI ഉൾപ്പെടെ മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതിനകത്തൊരു സമഗ്ര അന്വേഷണം വേണമെന്ന് ഇന്നലെ തന്നെ ഈ സംഘടനകളെല്ലാം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ പരിക്കേറ്റ്, അതായത് ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചൈതന്യ ഇപ്പോൾ മംഗളൂരുവിലെ ഒരു ആശുപത്രിയിലാണ് നിലവിലുള്ളത്. ചൈതന്യയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മംഗളൂരു ഇന്ത്യാന ആശുപത്രിയിലാണ് ഈ ചൈതന്യ ചികിത്സയിൽ കഴിയുന്നത്. ഒരു നിർധന കുടുംബത്തിൽ, അതായത് നാട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും ഒക്കെ സഹായം ലഭിച്ച് അങ്ങനെ ഈ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളതാണ്. ഒരു വാടക വീട്ടിൽ താമസിച്ച്, അല്ലെങ്കിൽ ഇവരുടെ രക്ഷിതാക്കൾ ഒരു നിർധനരായിട്ടുള്ള കുടുംബമാണ്. അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ഈ സംഭവത്തെ, അതായത് പരീക്ഷയുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് പരീക്ഷയിൽ സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പരീക്ഷയോടുള്ള ഈ കുട്ടിയുടെ പേടിയാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്നുള്ള വിശദീകരണം അത് മറ്റുള്ള സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികളെ കൂടുതൽ പ്രകോപിതരാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് പ്രതിഷേധം ശക്തമാവുകയാണ്. 11 മണിക്ക് ഈ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുടെ പ്രതിനിധികളും മാനേജ്മെൻറ്റ് ഭാരവാഹികളും പോലീസും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ വാർഡനെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രതിഷേധം മൻസൂർ ഹോസ്പിറ്റലിനെതിരെ ശക്തമാവുകയാണ്. അരുൺ, ഓക്കെ, എന്തായാലും ആശുപത്രിക്കെതിരെ പ്രതിഷേധം കനക്കുന്നുണ്ട്. ഈ വാർഡന്മാരൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ വളരെ അവരുടെ വീട്ടിൽ നിന്നൊക്കെ മാറി വരുന്നവരല്ലേ, അപ്പോൾ അവർക്കൊരു കംഫർട്ട് കൊടുക്കാനല്ലേ വാർഡന്മാർ ശ്രമിക്കേണ്ടത്. പലപ്പോഴും അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഇത്തരം പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. പക്ഷെ അപ്പോഴും പറയട്ടെ, ആത്മഹത്യാ ശ്രമമോ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമേ അല്ല.